ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നെടുങ്കണ്ടത്ത് നടന്നു. UDF സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നെടുങ്കണ്ടത്ത് നടന്നു. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ നടന്ന കൺവെൻഷൻ UDF സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്തു. UDF ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ ഇനി അധികം കാലതാമസം ഉണ്ടാകില്ല. നിങ്ങൾ ഇവിടെ പണിതിട്ടുള്ള ഈ കെട്ടിടങ്ങൾ ക്രമവൽക്കരണം നടത്തുന്നതിന് വീണ്ടും നിങ്ങൾ പണമടയ്ക്കണമെന്ന് ഈ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഒന്ന് ഞാൻ പറയുന്നു, ഒരു നയാ പൈസ ചെലവഴിക്കാതെ കണ്ട് നിങ്ങൾക്ക് ഈ ക്രമവൽക്കരണം നടത്തുവാനുള്ള അവകാശം ഞങ്ങൾ നടത്തും, അവകാശം ഞങ്ങൾ തരും. അതാണ് UDFന്റെ ഒരു കാഴ്ചപ്പാട്. അതല്ലാതെ കണ്ട് പാവപ്പെട്ട ആളുകളെ, പാവപ്പെട്ട കർഷകരെ ദ്രോഹിക്കുന്ന തരത്തിൽ മുമ്പോട്ട് പോവുക എന്നുള്ളതല്ല ഞങ്ങളുടെ പോളിസി. ഉമ്മൻചാണ്ടി സർക്കാർ 48,000 പട്ടയങ്ങൾ നൽകുകയും ആരോഗ്യ മേഖലയിൽ ഇടുക്കിയിൽ ഉൾപ്പെടെ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുകയും ചെയ്തെന്നും ഇതിന്റെ പിതൃത്വം LDF ഏറ്റെടുക്കുകയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഭൂവിഷയത്തിൽ കർഷകരെ വരിഞ്ഞു മുറുക്കുന്ന കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. നിർമ്മാണ നിരോധനം ഹൈറേഞ്ച് മേഖലയിൽ പൂർണ്ണമായി തന്നെ നടപ്പിലാക്കി. കൂടുതൽ പ്രദേശങ്ങൾ വനമേഖലകളായി പ്രഖ്യാപിച്ച് കുടിയൊഴിപ്പിക്കുന്നതിനുള്ള നീക്കം ഈ സർക്കാർ നടപ്പിലാക്കി. ബഫർ സോൺ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്നാണ് കനത്ത ഫീസ് ഈടാക്കി കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം നടത്താൻ ഈ സർക്കാർ തയ്യാറായത്. ഇത് കർഷകരെ കൊള്ളയടിക്കുന്ന സമീപനമാണ്. ഇടത് സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൺവെൻഷന് മുമ്പ് ടൗണിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. യോഗത്തിൽ നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു, നേതാക്കളായ നോബിൾ ജോസഫ്, PM അബ്ബാസ്, ഇബ്രാഹിംകുട്ടി കല്ലാർ, MN ഗോപി, തോമസ് രാജൻ, ജോസ് പൊട്ടംപ്ലാക്കൽ, G മുരളീധരൻ, CS യശോധരൻ, ബെന്നി തുണ്ടത്തിൽ, PS യൂനിസ്, മുകേഷ് മോഹൻ, R ബാലൻപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.